രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുന്ന റെസ്ലിംഗ് താരങ്ങളുടെ ജീവിതവും പരിശീലനവും കണ്ടറിയാനാണ് ഞങ്ങൾ ഹരിയാനയിലെ ഗുസ്തി അക്കാഡുകളിൽ പോയത്. സാക്ഷി മാലിക്കിനെയും ബജ്രംഗ് പൂനിയയെയും വിനേഷ് ഫോഗാട്ടും ഉൾപ്പെടെയുള്ള അഭിമാന താരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ച നാട്. പാടത്ത് മണ്ണ് വെട്ടിയിട്ട ഗോദയിലാണ് ഒരു ഗുസ്തി താരത്തിൻ്റെ ആദ്യ പരിശീലനം. ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ ഗുസ്തി അഭ്യസിക്കണം. എങ്കിൽ മാത്രമേ മെയ് വഴക്കം സാധ്യമാകൂ. സ്റ്റാമിന വളരെയധികം ആവശ്യമുള്ള അഭ്യസ്ത ഇനമായതിനാൽ ചെളിയിൽ ചവിട്ടിയുള്ള പരിശീലനമാണ് കൂടുതൽ ഗുണകരം. മത്സര ഗോദയിലേക്ക് ചുവടുവെക്കാറാകുമ്പോൾ മാറ്റ് വിരിച്ച റെസ്ലിംഗ് പരിശീലന ക്ലാസുകളിൽ നിരന്തര അഭ്യാസം. ദേശീയ അന്തർദേശീയ ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഠിന ശ്രമം നടത്തുന്ന നിരവധി യുവാക്കളായ ഫയൽവാന്മാരെ ഞങ്ങൾ കണ്ടു. ചെളി നിറഞ്ഞ ഗോദയിൽ എതിരാളിയെ കീഴ്പ്പെടുത്തി നിൽക്കുന്ന ഫയൽവാനും വേറിട്ട കാഴ്ചയാണ്. എന്നാൽ ഇത് മത്സര ഇനമല്ല. ഇതാണ് യഥാർത്ഥ ദംഗൽ എന്ന് പറയുന്നത്. മാറ്റ് റെസ്ലിംഗും ചെളി നിറഞ്ഞ ഗോദയും തമ്മിലുള്ള വ്യത്യാസവും ഇതാണ്. ഗുസ്തി താരങ്ങൾക്ക് കഠിന പരിശീലനത്തോടൊപ്പം കൃത്യമായ ഭക്ഷണക്രമവും പാലിക്കേണ്ടതുണ്ട്. പയർവർഗ്ഗങ്ങൾ, ചപ്പാത്തി, വെണ്ണ, പാൽ, ബദാം തുടങ്ങിയവ മെനുവിൽ ഉൾപ്പെടുന്നു. പല സമയങ്ങളിലും ഫയൽവാന്മാർക്ക് അവരുടെ ഭക്ഷണ ചെലവുകൾ താങ്ങാൻ കഴിയാറില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഗ്രാമങ്ങളിലെ ഗുസ്തി പ്രേമികൾ പരസ്പരം കൈകോർക്കുന്നു. അക്കാഡയിൽ പരിശീലിക്കുന്ന ഓരോ മല്ലന്മാരും സഹോദരങ്ങളെ പോലെയാണ്. പരിശീലകർ സ്വന്തം പിതാവിനെ പോലെയും. എല്ലാവരും ചേർന്നാൽ ഒരു കുടുംബം പോലെയാണെങ്കിലും ഗോദയിൽ ഇറങ്ങിയാൽ കളി മാറും. इंडिया 77 kg स्टार्ट 5 6 7 8 9 10 അതിഉഷ്ണ മേഖലയായ ഹരിയാന പോലത്തെ സംസ്ഥാനങ്ങളിലെ റെസ്ലിംഗ് താരങ്ങൾ ഇന്ന് അതൃപ്തിയിലാണ്. പരിശീലനത്തിനായുള്ള സർക്കാർ സഹായമോ വേണ്ടത്ര ഇടപെടലോ ലഭിക്കാറില്ല. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 47-48 ഡിഗ്രി ചൂടിൽ അക്കാഡയിൽ അന്തരീക്ഷം തണുപ്പിക്കാൻ സീലിംഗ് ഫാനും വാട്ടർ കൂളറുകളും മാത്രം. ഇത്രയും കഠിനമായ ചൂടിൽ വിയർത്ത് കുളിച്ചാണ് ഓരോ ഫയൽവാന്മാരും പരിശീലനം നടത്തുന്നതും ചാമ്പ്യൻഷിപ്പിന് സജ്ജരാകുന്നതും. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇനിയെങ്കിലും ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്.